മലപ്പുറത്ത് നിപ്പ ബാധിച്ച് ചികിത്സയിലിരുന്ന 14-കാരൻ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. പ്രതിരോധ മരുന്നായ മോണോക്ലോണൽ ആന്റിബോഡി എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, തുടർന്നും ആശങ്കയ്ക്ക് ഇടയാക്കേണ്ടതില്ല, ജാഗ്രത മാത്രം മതി എന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. പക്ഷേ ഇപ്പോഴും ഈ 63 പേർ ഹൈറിസ്ക് പട്ടികയിലുണ്ട് എന്നുള്ളതും അതോടൊപ്പം കുടുംബം ക്വാറന്റൈനിലാണ് എന്നുള്ളതും ആശങ്കയ്ക്കിടയാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം പ്രോട്ടോകോൾ പ്രകാരമായിരിക്കണം സംസ്കാര ചടങ്ങുകൾ. മറ്റ് ബന്ധുമിത്രാദികളൊക്കെ എത്രത്തോളം ഇതിൽ പങ്കെടുക്കും, സമ്പർക്ക പട്ടിക വിപുലപ്പെടുത്താതെ നോക്കേണ്ടതും ആരോഗ്യവകുപ്പിൻ്റെ കടമയാണ്. അതുകൊണ്ട് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും പ്രധാനമായും പറയേണ്ടത് ഈ കാര്യത്തിൽ കുട്ടിയുടെ അടുത്ത ബന്ധുക്കൾ, അതായത് അച്ഛനും അമ്മാവനും ഉൾപ്പെടെയുള്ളവർ ക്വാറന്റൈനിലാണ്. അതുകൊണ്ട് തന്നെ അവരുമായി കൂടിയാലോചിച്ചതിന് ശേഷമായിരിക്കും കുട്ടിയുടെ സംസ്കാര ചടങ്ങുകളുമായും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ക്രമീകരിക്കുക. അത് കൃത്യമായി തന്നെ മന്ത്രി വ്യക്തമാക്കിയതാണ്. കാരണം കളക്ടർ ഉൾപ്പെടെ ഇവരുടെ ബന്ധുക്കളുമായി സംസാരിച്ച് അതിലൊരു തീരുമാനത്തിലെത്തിയതിനു ശേഷമായിരിക്കും പ്രോട്ടോകോൾ പാലിച്ച്, തീർത്തും നമുക്കറിയാം രാജ്യവ്യാപകമായിട്ടുള്ള ഒരു രീതിയാണ് ഈ പ്രോട്ടോകോളിലേക്ക് വരുന്നത്. അതുകൊണ്ട് കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അത് സംസ്കാര ചടങ്ങുകൾ നടത്താൻ തന്നെയാണ് സർക്കാരിന്റെ ഒരു തീരുമാനം. അത് ബന്ധുക്കളുമായി കൂടിയാലോചിക്കും, ചർച്ച നടത്തുക കളക്ടർ തന്നെയായിരിക്കും. ബന്ധുക്കളുമായി സംസാരിച്ച് അതിലൊരു തീരുമാനം ഉണ്ടാക്കും എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശം, അതായത് കുട്ടിയുടെ വീടുണ്ടായിരുന്ന പാണ്ടിക്കാടും അതുപോലെ തന്നെ സ്കൂൾ ഉണ്ടായിരുന്ന ആനക്കയം, ഈ രണ്ട് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നിരീക്ഷണവും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ഇവിടെ 246 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. അതിൽ 63 പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ വരുന്നവരാണ്. അതിൽ 2 പേർക്കാണ് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത്. ആ 2 പേരുടെ സ്രവം പരിശോധനയ്ക്കായി അയച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന്, വൈകിട്ടോടെ അതിന്റെ ഫലം വരും എന്നുള്ളത് തന്നെയാണ്. സോണൽ, ഞാൻ ഇടപെടുകയാണ്. സോണൽ, ദയവായി തുടരുക. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ഡോക്ടർ ജി മോഹൻ റോയ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ മോഹൻ റോയ്, നിപ്പ ബാധിച്ച 14-കാരൻ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. 63 പേർ ഹൈറിസ്ക് പട്ടികയിൽ ഇപ്പോഴും ഉണ്ട്. പ്രതിരോധ മാർഗങ്ങളൊക്കെ മുന്നിലുണ്ടെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ആശങ്കയുടെ സാഹചര്യം നിലവിലുണ്ടോ? നമുക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നിപ്പ ഒറ്റപ്പെട്ട കേസുകളായിട്ട് വരുന്നുണ്ട്. ഇതിൽ മിക്കവാറും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ഈ ഇൻഡെക്സ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് അതിന്റെ ഏകദേശം ഒരു സ്ഥിരീകരണ ഘട്ടത്തിലാണ് അത് അറിയുന്നത് എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പിന്നെ ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ പറയുന്നത് പോലെ കോണ്ടാക്ട് ട്രേസിങ്ങും അതിലെ ഹൈ കോണ്ടാക്ട് ലോ കോണ്ടാക്ട് ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവരെ നിരന്തരം ഒബ്സർവ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് ശാസ്ത്രീയമായി ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യകരമായ കാര്യമാണ് ഒരു കുട്ടി മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഡെക്സ് കേസുകൾ നമുക്കറിയാവുന്നത് പോലെ ഇപ്പൊ തന്നെ ഇതിന്റെ സോഴ്സ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാവുന്നത്. നമുക്ക് വവ്വാലുകളുണ്ട്, വവ്വാലിൽ ഈ വൈറസിന്റെ സാന്നിധ്യമുണ്ട്. അതൊക്കെ പറഞ്ഞാലും ഒരു കുട്ടിയിലേക്ക് ഇത് ആദ്യമായി എങ്ങനെ എത്തുന്നു എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്നത് പോലെ അതൊരു വ്യക്തിശുചിത്വത്തിന്റെയും മറ്റു പല ഘടകങ്ങളുടെയും, ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പല ഘടകങ്ങളും നിപ്പയുമായി ബന്ധപ്പെട്ട ഈ കേസുകൾ കൂടുന്നതിന് പറയുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഹൈ ഇൻഡെക്സ് ഓഫ് സസ്പീഷൻ എന്ന് പറയും. കാരണം ഇത്തരം സമാന സ്വഭാവമുള്ള ധാരാളം കേസുകളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് നമ്മളത് വരുമ്പോൾ തന്നെ ആദ്യമായി ഇത് കണ്ടുപിടിക്കുകയും അങ്ങനെ ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വശം നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാനായിട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ടും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇനിയിപ്പോൾ അതിന്റെ ആ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ജാഗരൂകരായി ഇത്തരത്തിലുള്ള കോൺടാക്ട് ട്രേസിംഗ് നടത്തിയിട്ടുള്ള ആ പ്രാഥമിക കോൺടാക്റ്റുകളെ കൃത്യമായി ഐസൊലേറ്റ് ചെയ്യുകയും ഒബ്സർവ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പൊ തന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ സുസജ്ജമായ ഒരു ടീം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ ഉണ്ട്. അവരതുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങളും മറ്റും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള ട്രേസ് ചെയ്ത ആൾക്കാരിലേക്ക് അവരുടെ സ്രവ പരിശോധനയുടെ റിസൾട്ടുകളും മറ്റും ആശ്രയിച്ചുകൊണ്ട് അതിന്റെ ഒരു ചികിത്സയും മറ്റും മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.